Hi dears, welcome back to my channel to Art and Craft and congratulations all SLC students. അപ്പോൾ ഇന്ന് എല്ലാവരും റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ഫ്രെയിം വർക്ക് കണ്ടാലോ. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് റിക്വസ്റ്റ് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ ആയിരുന്നു ഇത്. അപ്പോൾ എനിക്ക് ഇതുവരെ എഡിറ്റ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടാത്തതുകൊണ്ടാണ് സോറി ഫോർ ഓൾ. ഇപ്പോൾ ഞാനത് സെറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് ചെയ്ത് കൊടുക്കാനുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് എഡിറ്റിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് A4 ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ A4 ഡോക്യുമെൻ്റ് ഓപ്പൺ ആയി. ഇനി നിങ്ങൾ ഗാലറി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട 3 പിക്ചേഴ്സാണ് ഞാനിവിടെ കൊടുക്കുന്നത്. A4 സൈസിലാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 പിക്ചർ മതിയെങ്കിൽ 2 പിക്ചർ കൊടുക്കാം, 1 പിക്ചർ മതിയെങ്കിൽ 1 പിക്ചർ കൊടുക്കാം. ഇതിൽ മിനി സൈസൊക്കെയാണ് 1 പിക്ചർ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നല്ല നീളത്തിലുള്ള ഒരു പിക്ചറായിരിക്കണം കൊടുക്കേണ്ടത് സൈഡിൽ കേട്ടോ. ഞാനിവിടെ 3 പിക്ചറുകളാണ് കൊടുക്കുന്നത്. 3ഉം ഒരു സൈസിലാക്കിയിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ 1 by 1 ആയിട്ട് ഇതുപോലെ വെച്ച് നോക്കി ഒന്ന് ക്രോപ്പ് ചെയ്ത് ചെറുതാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ മാർക്ക് ലിസ്റ്റൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്നുകൂടി നീക്കണമെങ്കിൽ ചെറുതാക്കി കൊടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഏകദേശം നമ്മളിതുപോലെ ഒന്ന് ചെറുതാക്കി 3 ഫോട്ടോസ് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇനിയും ഗാലറി ക്ലിക്ക് ചെയ്തതിന് ശേഷം മാർക്ക് ലിസ്റ്റ് ആണ് എടുക്കേണ്ടത്. മാർക്ക് ലിസ്റ്റ് നമുക്കൊന്ന് വലുതാക്കി ചെറുതാക്കി സൂം ചെയ്ത് അത്യാവശ്യം വലുപ്പത്തിനാക്കിയിട്ട് സെറ്റ് ചെയ്യുക. സൈഡ് പോർഷൻസ് ഒക്കെ ക്രോപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഏറ്റവും മുകളിലേക്ക് അല്ലെങ്കിൽ ഏറ്റവും അടിയിലേക്ക് എന്നല്ല, ഒരു ഭയങ്കരമായിട്ട് നിങ്ങൾ അടിയിലേക്ക് ഇറക്കരുത്. അത് നമ്മൾ മുകളിൽ ഗൂഗിളിൻ്റെ പേജ് സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കത് നീക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഞാനൊക്കെ ഒന്ന് ഓൾറെഡി സെറ്റ് ചെയ്തതിന് ശേഷം ഗൂഗിൾ പേജ് എടുത്തിട്ടുണ്ട്. ഇത് ഗാലറിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് പിൻട്രസ്റ്റിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകിൽ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഗൂഗിൾ ഐക്കണാണത്. ഇനി അത് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് മുകളിലൊന്ന് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഓൾ ഷോപ്പിംഗ് ഇമേജ് എന്നുള്ള ഒരു പോർഷൻ വരെ മതി. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്. ഇതാ ഇപ്പോൾ എല്ലാ ഭാഗവും നമ്മളൊന്ന് ക്രോപ്പ് ചെയ്തതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സേവ് ചെയ്യാം. ഇത് പ്രിൻ്റ് എടുത്ത് ഫ്രെയിം ചെയ്യാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ യൂസ്ഫുൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.